ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞാനിപ്പോൾ ഇതാ ഒരു 4 മണിക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എണീറ്റത്. ഇപ്പോൾ ഈ മഴയൊക്കെ കാരണം രാവിലെ ഒന്നും വർക്കൊന്നും നടക്കുന്നില്ല. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എണീറ്റാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ്. നമുക്ക് കുറച്ച് ചായ വയ്ക്കാം. എനിക്ക് ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടും ഒരു ഉഷാറൊക്കെ ഉണ്ടാവും രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ചായ വെക്കുകയാണ് കേട്ടോ. ചേട്ടനും ഉണ്ണിയൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ എണീറ്റിട്ട് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക, പിന്നെ അതുപോലെ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണികൾ തീരും കേട്ടോ. പിന്നെ രാവിലെ നമുക്ക് പണികളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ സമയത്ത് എണീക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ. ഭയങ്കര തണുവൊക്കെ അല്ലേ. ഇന്നലെ ഞാൻ കിടക്കുമ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എന്തായാലും നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെയ്യാമെന്ന്. കാരണം ഈ രാത്രിയിലൊക്കെ മഴയൊക്കെ ഉള്ള കാരണം ഇവിടെ കറണ്ടിൻ്റെ ലൈനൊക്കെ പൊട്ടിപ്പോലും കറണ്ടൊന്നും ഇല്ലാതൊക്കെ വരിക. അപ്പോൾ അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് എന്താണെന്നറിയില്ല നേരത്തെ തന്നെ എണീക്കാൻ പറ്റി എനിക്ക് കേട്ടോ. അപ്പോൾ സ്വത്തുട്ടിയും ചേട്ടനും നല്ല സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പൊക്കെ എല്ലാവരും എണീറ്റിട്ടില്ല, അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. സ്വത്തുട്ടിയാണെങ്കിൽ ഇപ്പോൾ എണീക്കും എന്നുള്ള രീതിക്കായിരുന്നു ഞാനും നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോൾ നേരത്തെ എണീറ്റാലും സ്വത്തുട്ടിയും നേരത്തെ എണീക്കും കേട്ടോ. അങ്ങനെ എൻ്റെ പല്ല് തേപ്പും മുഖം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിച്ചുകൊണ്ട് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചായ എടുക്കാം അല്ലേ. അപ്പോൾ ഇതേ സബോള ഞാൻ 2 ദിവസമായി മേടിച്ചിട്ട് കേട്ടോ. ഞാനിതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. തൊലി കളഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടൊന്നും വരില്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ വല്ല പുഴു അരിക്കണമൊക്കെ കാണാം കേട്ടോ. ഇതിൽ സബോള മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു നെല്ലിക്ക അടങ്ങുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ലാത്ത കാരണമാണ് ഞാൻ സബോളയുടെ തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ നമുക്ക് കുറേ നാൾ എത്തുന്നുണ്ട് കേട്ടോ. ഒരു കേടൊന്നും വരുന്നില്ല. നല്ല അർജൻറ്റ് വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ രാവും പകലൊന്നും ഇല്ലാണ്ട് ചെയ്തു കൊടുക്കും കേട്ടോ. പക്ഷെ കറണ്ട് ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോകട്ടോ. എനിക്കങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കറണ്ട് ഇല്ലെങ്കിൽ പെട്ടുപോകും, അങ്ങനെയാണ്. പിന്നെ ഞാൻ വീട്ടിലിരുന്നിട്ട് ഫ്രെയിം വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോ ഫ്രെയിം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്തിട്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇതെൻ്റെ വർക്കല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൽബം ഡിസൈനിങ് ആണ് കേട്ടോ. സ്റ്റുഡിയോ പോലത്തെ വർക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റുഡിയോ പോലത്തെ സ്റ്റാഫാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ വീട്ടിൽ നിന്നിട്ട് ചെയ്യുകയാണ്. മിക്കവാറും എൻ്റെ ജോലി ചിലപ്പോൾ പോകും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓഫീസിൽ ആളില്ല. അപ്പോൾ അത് കാരണം ഫ്ലെക്സ് ഡിസൈൻ ചെയ്യാനായാലും ശരി, ഇങ്ങനത്തെ വർക്കുകൾക്കായാലും ശരി, ഓഫീസിൽ ഇരുന്നിട്ട് ചെയ്യുന്ന ഒരാളെ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു സാറ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ വർക്ക് ചിലപ്പോൾ ഈ ഒരു വർക്ക് ചിലപ്പോൾ നഷ്ടപ്പെടരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. കാരണം എനിക്കിത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. എൻ്റെ കടങ്ങൾ വീട്ടാനായാലും എല്ലാത്തിനും ഇതൊരു ഹെൽപ്ഫുള്ളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ആ സാറിൻ്റെ സാഹചര്യം മനസ്സിലാക്കണ്ടേ. കാരണം ഓഫീസിൽ വന്നിട്ട് ചിലർക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരും, ഇരുന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനവിടെ ആളില്ലെങ്കിൽ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പണി പോയാലും ഇല്ലെങ്കിലും നിങ്ങൾ അറിയൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇത്തിരി പണിയുള്ള ഒരു ആൽബമാണ് കേട്ടോ. നല്ല പടങ്ങളൊക്കെയാണ്, പക്ഷെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്തു കൊടുക്കും. ഞാൻ ഫുള്ളിപ്പോൾ വൈറ്റ് ലീഫിനാണ് ചെയ്യുന്നത് കേട്ടോ. കളർഫുള്ളായിട്ട് ഇങ്ങനെ കളർ കുത്തി കയറ്റിയിടുക അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡിങ് എന്ന് പറയുന്നത് വൈറ്റ് ലീഫിൽ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ. വേറെ കളർ ബോർഡൊന്നും ഇല്ലാണ്ട് നമ്മൾ വൈറ്റ് ലീഫിൽ ചെയ്തു കൊടുക്കുകയാണ്. പക്ഷെ കുറച്ച് ഈ പറഞ്ഞ പോലെ ലേഔട്ടും കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിലർക്ക് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ അതല്ല ചെയ്യുന്നത്, ഞാൻ സ്വന്തമായിട്ട് ലേഔട്ട് ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും ടൈമൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെ നമുക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. പിന്നെ വലിയ ബൾക്കായിട്ടൊന്നും ഞാൻ മേടിച്ച് വെക്കുന്നൊന്നുമില്ല കേട്ടോ. ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ കടയിൽ പോയിട്ട് മേടിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുക. അപ്പോൾ എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടത് ഫോട്ടോ ഒക്കെ അയച്ചു തന്ന് ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രിൻ്റ് അടിച്ച് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം എന്ന്
പറഞ്ഞത് ഒരു 6:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടനാണെങ്കിൽ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ പറഞ്ഞു തലേദിവസം കുറച്ച് വീഡിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കൂണുണ്ടാവും, അപ്പോൾ നേരത്തെ ഒന്ന് പോവാം നോക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന സ്ഥലമൊന്നും ഇല്ല, നടന്നിട്ട് കുടിക്കും, ഇരുന്നിട്ട് കുടിക്കും, പുറത്ത് പോയിരുന്ന് കുടിക്കും, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചായ കുടി കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ചായ കുടിച്ച് കുക്കുവിനെ ഇന്നലെ ചേട്ടൻ കുറേ തല്ലിയിട്ടോ. കാരണം അവൻ ഹെൽമെറ്റ് കടിച്ചു പൊളിച്ചു. അപ്പോൾ അത് കാരണം അവനെ തല്ലി. അപ്പോൾ അവനെ കുറച്ചിത്തിരി സ്നേഹിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ചേട്ടൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പോയിട്ടാ. പിന്നെ ഞാൻ അടുക്കളയിട്ട് വന്നു. പിന്നെ ഇതേ കണ്ടില്ലേ ഈ ചുമരിലെ ഈ പാടുള്ളത് ഞാൻ കുറേ ഉരച്ച് തുടച്ച് നോക്കിയപ്പോഴൊന്നും അത് പോകണില്ല കേട്ടോ. ആകെ ഒരു വൃത്തികേട് പോലെ അല്ലേ, എന്താ സംഭവം എന്നൊന്നും എനിക്കറിയുന്നില്ല. ഈ ചുമരിൽ മൊത്തം ഉണ്ട് കേട്ടോ, ഈ ഒരു അടുക്കള മൊത്തമായിട്ടുണ്ട്. അത് എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. അപ്പം ഞാൻ നോക്കിയത് ഉരച്ച് കളയാൻ, പക്ഷെ ഒന്നും പോണ പോലും ഇല്ല അതിൻ്റെ പാട് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസം മുന്നേ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ദോശമാവാണ്, അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജുള്ള കാരണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അധികം കേടൊന്നും വരില്ലല്ലോ. അപ്പോൾ എനിക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ദോശ. ചേട്ടനൊന്നും വേണ്ട പറഞ്ഞിട്ട് നേരത്തെ പോയതാണ്. ഇനി ചേട്ടൻ റിട്ടേൺ വീട്ടിലേക്ക് വരില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2-3 ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ തേങ്ങ ഈ ചട്ടിയിലാണെങ്കിൽ ഉണ്ടാക്കാനും പറ്റുന്നില്ല കേട്ടോ. ആകെ ഒട്ടിപ്പിടിച്ചിട്ട് പാത്രങ്ങളൊക്കെ പറഞ്ഞ പോലെ കേട് വന്നു. ഈ ചട്ടിയിലാണെങ്കിൽ പറഞ്ഞ പോലെ ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോൾ പിന്നെ എടുക്കാനൊന്നും പറ്റുന്നില്ല, ഒട്ടിപ്പിടിച്ചിട്ട് ദേഷ്യം വരാൻ തുടങ്ങിയിട്ട് എനിക്ക്. ചില സമയത്തുണ്ടല്ലോ ഞാൻ ദൈവത്തിനോട് ചോദിക്കും എന്നെന്താ ക്ഷമ പരീക്ഷിക്കുകയാണോ എന്ന്. കാരണം 1-2 വട്ടം ചെയ്തിട്ടും ശരിയാവില്ല, പിന്നെ 3ാമത്തെ വട്ടം നമ്മൾ ചെയ്യുമ്പോൾ ശരിയായില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുമല്ലോ. സത്യത്തിൽ ദേഷ്യം വരാൻ പാടില്ല എന്നാണ് പറയുക, പക്ഷെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു ദേഷ്യം വരും. അപ്പോൾ അത് കാരണം എന്താ പറയുക, ഈ ചട്ടിയിലാണെങ്കിൽ ദോശ ചൂടാനും പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയുമോ, ഒരു മുട്ട എടുത്തിട്ട്, ഇതിൽ മുട്ടയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ മുട്ട നമ്മൾ പൊട്ടിച്ചിടുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് നമുക്ക് ചട്ടിയിൽ ചുടുകയാണെങ്കിൽ നമുക്ക് അധികം താഴെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ചട്ടിയിൽ. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കി. അങ്ങനെ ചെയ്തപ്പോൾ 2 ദോശ നല്ല രീതിയിൽ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അവിടെ നിർത്തിയിട്ടോ. പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു, അപ്പോൾ അതും ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളം ഇൻഡക്ഷനിൽ തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദോശ വീണ്ടും ചൂടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഐഡിയ കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ എണ്ണ പുരട്ടുമല്ലോ നമ്മൾ ചട്ടിയിൽ. അപ്പോൾ എണ്ണ പുരട്ടുമ്പോൾ മറ്റേത് വല്ല കോട്ടൺ വെള്ള തുണി കൊണ്ട് അങ്ങനെ എണ്ണയിൽ ഒപ്പിയിട്ട് കോട്ടൺ തുണി കൊണ്ട് പരത്തും. അതല്ലെങ്കിൽ നമ്മുടെ ഈ വാഴയുടെ ഇലയുടെ തണ്ടുണ്ടല്ലോ, ആ തണ്ട് മുറിച്ചിട്ട് നമ്മൾ അതിൻ്റെ തണ്ടിൻ്റെ അറ്റം ചതച്ച് എന്തെങ്കിലും കൊണ്ട് ചതച്ചിട്ട് ആ ഒരു സംഭവം നമ്മൾ ചട്ടിയിലിട്ട് ഉരച്ചു അതുകൊണ്ട് എണ്ണ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയയും കൂടി നോക്കുകയാണ്. കാരണം ഇവിടെ കോട്ടൻ്റെ തുണിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഇങ്ങനെ നോക്കി നോക്കുകയാണ്. ഇനി ശരിയാവുമോ എന്തോന്നും അറിയില്ലല്ലോ. 2 ദോശ കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ ചെയ്യുന്നത്. എത്രമാത്രം വിജയകരമാകുമെന്ന് എനിക്കറിയില്ല. സംഭവം ഒന്നും ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പിന്നെ അവസാനം ദേഷ്യം വന്നു തുടങ്ങി. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ചോറ് വെക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. പിന്നെ സ്വത്തുട്ടിയുടെ കഞ്ഞി വെക്കലാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വത്തുട്ടിനെ വിളിക്കാൻ ചെന്നപ്പോൾ അതേ സ്വത്തുട്ടി ഇങ്ങനെ കിടക്കുകയാണ്. ഇമ്മ വീഡിയോ എടുക്കല്ലേ, ഫോണിലേക്ക് നോക്കാൻ പറ്റണില്ല, കണ്ണ് പുളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോയിലേക്ക് നോക്കണ്ട, ഫോണിലേക്ക് നോക്കണ്ട, അവിടെ കിടന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ സ്വത്തുട്ടി നല്ല ഉഷാറോടെയൊക്കെ തന്നെയാണ് കേട്ടോ എന്നെ നീച്ച് വന്നപ്പോൾ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കളിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരൻ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനത് അടുക്കളയിട്ട് വന്നു. അപ്പോൾ സ്വത്തുട്ടിക്ക് ഇടയിൽ ഞാൻ വെള്ളം കൊടുത്തു, ചൂടുവെള്ളം കൊടുത്തു. പിന്നെ ഒരു പഴവും കഴിക്കാൻ കൊടുത്തു കേട്ടോ. വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ചെറുപഴം കൊടുത്തത്. അവൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ വയറ്റിൽ നിന്ന് പോകല് ഭയങ്കര പ്രയാസം. രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലാണ് പിന്നെ വയറ്റിൽ നിന്ന് പോകണുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ ചൂടുവെള്ളവും ചെറുപഴം കൊടുത്തിട്ടുണ്ട്. കുറേ മാക്സിമം നമ്മൾ നിർബന്ധിക്കും അവനെ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ആൾ സമ്മതിക്കില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും കഴിച്ചാലാണൊന്ന് അങ്ങനെ സ്വത്തുട്ടി അവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ സ്വത്തുട്ടിക്ക് അംഗൻവാടിയിലേക്ക് കൊണ്ടുപോകാനുള്ള ക്യാരറ്റ് നമുക്ക് റൗണ്ടിനെ കട്ട് ചെയ്തിട്ട് അത് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അംഗൻവാടിയിൽ ഉണ്ടാവും എന്തെങ്കിലും വെജിറ്റബിൾസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിലെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഇപ്പോൾ അവന് ഡെയിലി ഇങ്ങനെ കൊടുത്ത് എനിക്ക് കൊടുത്ത് വിടാതിരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ അത് കാരണം ഞാൻ കൊടുത്തു വിടുന്നതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ചെറുപയർ
ഉപ്പേരി വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറുള്ളിയും അതേപോലെ വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളൊരു സാധാരണക്കാരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് അറിയണോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് വലുതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നിങ്ങൾ കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. അപ്പോൾ അതാ നമ്മുടെ സ്വത്തുറ്റിയുടെ ക്യാരറ്റ് ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ക്യാരറ്റ് ഒന്ന് വെള്ളവും ഉപ്പും ഒക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചു. പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ട് വരുന്നുണ്ട്. എന്തെങ്ങനെ ഒരു സെക്ഷൻ സീൻ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതാകെ ബ്ലറായിട്ട് പോയിരിക്കുന്നു കേട്ടോ. എന്തോ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ആയിട്ട് നിൽക്കുകയാണ്. 2 ദിവസമായി ഇതന്നെ ഇങ്ങനെ കാണുന്നു കേട്ടോ. അത് സെറ്റിംഗ് ഒന്ന് നോക്കണം. എനിക്ക് അറിഞ്ഞുകൂടെ അതിനെ പറ്റിയിട്ടൊന്നും. അപ്പോൾ നമ്മൾ സ്വത്തുട്ടിക്ക് വെള്ളാക്കൽ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ചോറ് വറക്കൽ പരിപാടിയാണ് കേട്ടോ. ചോറായിട്ടുണ്ട്. ഇൻഡക്ഷനും ഗ്യാസും ഉള്ള കാരണം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്വത്തിൻ്റെ കൂടെ കളിക്കാൻ എന്തെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ടൈം ലേറ്റ് ആവും. അപ്പോൾ നമ്മുടെ ചോറും നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്വത്തുട്ടി അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, അമ്മ 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 പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തേക്ക് വരാൻ പറയുന്നുണ്ട്. പിന്നെ ഞാൻ അവസാനം അങ്ങോട്ട് തന്നെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വത്തുട്ടി ഞാൻ അടുക്കളോട്ട് എടുത്തു വന്നു. കാരണം ഇപ്പം തന്നെ സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം റെഡി ആക്കണം. അപ്പോൾ ഒന്ന് ലേറ്റായി. ഇനി മറ്റേ പയറുകറി ഉണ്ടാക്കി പിന്നെ സ്വത്തുട്ടിക്ക് കഞ്ഞി കൊടുത്ത് കുളിപ്പിച്ച് ഞാനും കുളിച്ച് എല്ലാം കാര്യം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്കവാടിക്ക് പോകാൻ. അപ്പോൾ അതേ ഈ പൊട്ടറ്റോ ഫ്രൈ എന്നാണ് പറയണത്, ക്യാരറ്റ് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സ്വത്തുട്ടി ആണെങ്കിൽ എൻ്റെ ഒക്കത്തുണ്ട് കേട്ടോ. അപ്പോൾ സ്വത്തുട്ടി അമ്മ 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 പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാല് സ്വത്തുട്ടിയുടെ എടുത്തിട്ട് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് സ്വത്തുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾ തന്നെ ഫ്രിഡ്ജ് തുറന്ന് തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ആൾക്ക് എന്തായാലും ആവശ്യമുള്ളതാണെങ്കിൽ ആൾ തന്നെ ഫ്രിഡ്ജ് തുറന്നിട്ട് എടുക്കും. ഐസ് വെള്ളമൊന്നും ഇതിൽ വയ്ക്കാറൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലും വല്ല സേവനപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ മേടിച്ചു, അത്ര തന്നെ ഉള്ളൂ. പിന്നെ പുറത്ത് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജ്യൂസൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുകയുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അല്ലാണ്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കലൊന്നുമില്ല കേട്ടോ. കൈ ഇതാ ഇറുക്കി, പക്ഷേ ആൾ വേനൊന്നും എടുത്തില്ല തോന്നുന്നു. പിന്നെ എൻ്റെ അടുത്ത് വന്നു കേട്ടോ, വീണ്ടും വന്നു. ഞാനാണെങ്കിൽ ഇതാ അവിടെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ സ്വത്തുട്ടി ആണെങ്കിൽ ഇതേ വെയ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ചെറിയ മടി പിടിക്കുന്ന പോലെയൊക്കെ. അപ്പോൾ എണീറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ സ്വത്തുട്ടി. അപ്പോൾ അത് കാരണം തന്നെ എണീറ്റ് ഉടനെ തന്നെ നമ്മൾ റെഡി ആയിട്ട് പോകുമ്പോൾ ആൾക്കൊരു ഇടങ്ങറല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്ക് പോകാനൊക്കെ ചെറുതായിട്ടൊരു മടി. കുളിച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ സെറ്റാണ് കേട്ടോ. ആൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയും ഇപ്പോൾ പോകണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകണുള്ളൂ, ക്ഷമിക്ക് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഓക്കെ ആവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളവിടെ കറി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദോശയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ചേട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് കാരണം കഴിച്ചിട്ടില്ല. പിന്നെ സ്വത്തുട്ടിയാണെങ്കിൽ ഇതവിടെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. എനിക്ക് ചിരി വരുള്ളൂ കേട്ടോ എൻ്റെ അടുത്ത് വർത്താനം പറയുമ്പോൾ. ആദ്യം എനിക്ക് സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു. ഇപ്പം എല്ലാം തികഞ്ഞു. കാരണം സ്വത്തുട്ടി ഇങ്ങനെ വർത്താനം പറയുന്നത് കാരണം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ നമ്മുടെ ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ ഞാൻ കടുകിട്ടുണ്ടായിരുന്നു. ആ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചെറുള്ളിയും വെളുത്തുള്ളി ഇടുക, നന്നായിട്ട് വാട്ടിയിട്ട് നമ്മൾ പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയറുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് മുന്നേ ആയിട്ട് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇട്ട് കൊടുക്കുക. നല്ല ഉപ്പേരി ആയിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് വേവിച്ച ചെറുപയർ കുറച്ച് ഇത്തിരി വെന്ത് പോയി കേട്ടോ. തലേ ദിവസം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ എന്ത് ചെയ്തു, കുറച്ച് അഡീഷണൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൽ അടിച്ചു. ഒരു 4-5 വിസിൽ അടിച്ചു കേട്ടോ. അത് കാരണം തോന്നുന്നു കുറച്ച് ഇത്തിരി ഒരു ഉടഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉപ്പേരിയായിട്ട് കഞ്ഞിയുടെ കൂടിയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഉപ്പേരിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ചു. സ്വത്തുട്ടിക്ക് ഞാൻ ഫുഡ് കൊടുത്തു, കഞ്ഞി കൊടുത്തുട്ടോ. സ്വത്തുട്ടിയുടെ ഫുഡ് കാര്യങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനും ഫുഡ് കഴിച്ചു. പിന്നെ സ്വത്തുട്ടിനെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വത്തുട്ടി ഒരേ കാര്യങ്ങൾ വേണമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ റെഡിയായി വീടിൻ്റെ ഉമ്മറത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വത്തുൻ്റെ കൂട്ടുകാരനായിട്ടുള്ള നമ്മുടെ കുക്കു വന്നിട്ടുണ്ട് കേട്ടോ. കുക്കു ഉള്ള കാരണം സ്വത്തുട്ടി അംഗൻവാടി എത്തുന്നത് പെട്ടെന്നായിരിക്കും കേട്ടോ. കാരണം കുക്കുവിൻ്റെ പിന്നാലെ സ്വത്തുട്ടി ഓടും, അതിന് പിന്നാലെ ഞാനും ഓടും, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളിതാ സ്വത്തുട്ടിനെ അംഗൻവാടിയിലാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ സ്വത്തുട്ടിനെ ആക്കിയിട്ട് ഞാനിപ്പോൾ എത്തിയുള്ളൂ കേട്ടോ. സ്വത്തുട്ടി ഇന്ന് കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. അമ്മ പോയിക്കോ, സ്വത്ത് കരയൊന്നുമില്ല, സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ സ്വത്തുട്ടിനെ കൊണ്ടാക്കാൻ പോണ സമയത്ത് വീഡിയോ ഒക്കെ എടുക്കാമെന്ന്
എന്ന് വെച്ചപ്പോൾ സ്വത്തൊട്ടിയാണെങ്കിൽ കുക്കുവിൻ്റെ പിന്നാലെ ഓടുമായിരുന്നു. അപ്പോൾ ഞാനും അതിൻ്റെ പിന്നാലെ ഓടുമായിരുന്നു കേട്ടോ. അത് കാരണം അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അംഗൻവാടിയിൽ 3 പിള്ളേർ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളൊരു 10:15 അവിടെ എത്തിയപ്പോൾ. അപ്പോൾ സ്വത്തൊട്ടിയുടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഉരുസി കളിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.